നമസ്കാരം. കഴിഞ്ഞ 10 വർഷം സഖാവ് പിണറായി വിജയൻ കൂട്ടരും എങ്ങനെയാണ് ഇവിടെ ഭരിച്ചത്, ആഭ്യന്തരം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. പോലീസിനെ ജനരക്ഷയ്ക്കായി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് നിരപരാധികളെ തല്ലിച്ചതച്ച് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല എന്നൊരു അവസ്ഥയിൽ വരെ എത്തിച്ചേർക്കുന്ന ഗുണ്ടകൾ, അഴിഞ്ഞാടുന്ന ഗുണ്ടകൾ, ആ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന CPM ഗുണ്ടകൾക്കും അല്ലെങ്കിൽ CPM നേതാക്കൾക്കും വേണ്ടി ഏത് വഴിവിട്ട രീതിയിലും കേസുകൾ മാറ്റിമറിക്കുന്ന, ഏത് രീതിയിൽ റിപ്പോർട്ട് തിരുത്തുന്ന ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ നടന്നു പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോ കേരള പോലീസിന്റെ തലപ്പത്ത് നടക്കാൻ പോകുന്ന വൻ അഴിച്ചുപണി, ഇതിനെയൊക്കെ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള വൻ അഴിച്ചുപണിയാണ്, രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചേക്കാവുന്ന നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അന്ന് ഇവിടെ അറുമാദിച്ച് നടന്നിട്ടുള്ള, ഇവിടെ ജനങ്ങളെ പഞ്ഞിക്കിട്ടിരുന്ന, രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ടുകൊണ്ട് ഇവിടെ മുഴുവൻ തലതൊല്ലി പൊളിച്ചിരുന്ന, ഹെൽമറ്റ് കൊണ്ടും ഇഷ്ടിക കൊണ്ടും തലതൊല്ലി പൊളിച്ചിരുന്ന അതേ കമ്മികളുടെ നെഞ്ചത്ത് റീത്ത് വെക്കാൻ പിണറായിയുടെ ഫ്യൂസ് ഊരാൻ സിംഗം ഷൗക്കത്തലി തിരുവനന്തപുരത്ത് വരുന്ന വിവരമാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത്. കൂട്ടത്തോടെ എന്തായാലും വിറയ്ക്കും കുട്ടിസഖാക്കള്, നല്ലവണ്ണം നിക്കറിലും ഉള്ളും. കേരള രാഷ്ട്രീയത്തിലും പോലീസ് പടയിലും വലിയ ഭൂകമ്പം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. UDF സർക്കാരിന്റെ മാസ് നീക്കം എന്ന് പറയുന്നത് കേരള പോലീസിനെ ശുദ്ധീകരിക്കുക. ഇതുവരെ കഴിഞ്ഞ 10 വർഷം കേരള പോലീസിൽ ഒരുപാട് ചീത്തപ്പേര് കേൾക്കേണ്ട വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അധികാരി വർഗം തന്നെയാണ് അവർ അങ്ങനെ ആക്കിയത്. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം ജനങ്ങൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങുന്നത് പോലീസ് എന്ന് പറയുന്നത് ഒരുതരം ഗുണ്ടകളെ പോലെയാണ് എന്നാണ്. അത് മാറണം. ആ പോലീസ്, കേരള പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സംരക്ഷകരായി മാറണം. അതിന് സമഗ്രമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ UDF സർക്കാരിന്റെ മാസ് നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ചിങ്കിടികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളെയും ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആരെയും കൂസാത്ത PA ഷൗക്കത്തലിയെ സംസ്ഥാനത്തെ സിറ്റി പോലീസ് കമ്മീഷണറാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ കൂട്ടുന്നു, അങ്ങനെ ചിന്തിക്കുന്നു, അധികം വൈകാതെ വരും എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്തെ കുട്ടി സഖാക്കളുടെ കളസം കീറി തുടങ്ങി. ആരാണി ഷൗക്കത്തലി? പിണറായിയുടെ കണ്ണിലെ കരട്. എന്തുകൊണ്ടാ? ഓച്ചാനിച്ച് നിൽക്കില്ല, ആരെയും സാറാ സാറെന്ന് വിളിക്കില്ല. അദ്ദേഹം വിളിക്കേണ്ടവരെ വിളിച്ചാൽ മതി. ഈ കുപ്പായം എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊത്ത ബോധമുള്ള ഒരു പോലീസുകാരൻ. ആ പോലീസുകാരൻ സ്വാഭാവികമായിട്ടും പിണറായിയുടെ കണ്ണിൽ കരടായില്ലെങ്കിലേ അതിശയമുള്ളൂ. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണകാലത്ത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇട്ട് തട്ടിക്കളിച്ച ഉദ്യോഗസ്ഥനാണ് ഈ ഷൗക്കത്തലി എന്ന് പറയുന്നത്. കുടിസുനിയെ പോലുള്ള വൻ തോക്കുകളെ നടു റോഡിൽ നിന്ന് പൊക്കി ജയിലിലിട്ട ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എവിടെ കയറി വിളിച്ചാലും, പാർട്ടി ഓഫീസിൽ കയറി വിളിച്ചാലും, കോളേജ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ കയറി വിളിച്ചു കഴിഞ്ഞാലും അവിടെയൊക്കെ കയറി പ്രതികളെ തൂക്കി എടുത്തിട്ടുള്ള പാരമ്പര്യം, പരിചയമാണ് ഷൗക്കത്തിനുള്ളത്. ഒരു മടിയും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സ്ഥിരം അടിപിടി സ്പോട്ടായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിലും പരിസരത്തെ റോഡുകളിലുമൊക്കെ ഇത്രയും കാലം അഴിഞ്ഞാടിയിട്ടുള്ള SFI DYFI കൂട്ടത്തിന് ഇനി ഷൗക്കത്തലിയുടെ കയ്യിൽ നിന്ന് നല്ല ഒന്നാം തരം പെരുമാറ്റം കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വാർത്ത കൂടിയുള്ളത് പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും വിവാദ നായകനുമായിട്ടുള്ള ADGP MR അജിത് കുമാറിന്റെ കാര്യമാണ്. അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാണ് വരാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നവകേരള യാത്രക്കിടയിൽ, നവകേരള ടൂറിനിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തന കേസുണ്ടല്ലോ, ആ രക്ഷാപ്രവർത്തന കേസിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഇതേ ഷൗക്കത്തലിയാണെന്ന് മനസ്സിലാക്കണം. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് മടങ്ങിയെത്തിയ നിതിൻ അഗർവാൾ രാജിവെക്കാൻ ഒരുങ്ങുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് DGP റാങ്കിലേക്ക് എത്തേണ്ടത് അജിത് കുമാറാണ്. എന്നാൽ അജിത് കുമാറിനെ DGP ആക്കിയിട്ട്, MR അജിത് കുമാറിനെ DGP ആക്കിയിട്ട് പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകുമെന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹത്തെ പ്രൊമോഷൻ നൽകാതെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വകുപ്പ് നില അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് തടഞ്ഞു വെക്കാനോ ഉള്ള കടുത്ത നീക്കത്തിലാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം അദ്ദേഹം ആ സ്ഥാനത്തേക്ക്, പോലീസിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് കയറാനുള്ള ഒരു യോഗ്യതയൊന്നും അദ്ദേഹത്തിനില്ല. ധാരാളം പേരുദോഷങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആരോപണങ്ങളുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും PV അൻവർ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ അതേപടി ഇവിടെ നടപ്പിലായി വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. ഇതിനിടയിൽ P വിജയൻ ക്രമസമാധാന ചുമതലയിലേക്ക് എത്തും, IPS തലപ്പത്ത് വൻ പൊളിച്ചെടുത്ത് ഉണ്ടാകും എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാർ ക്രൂരമായിട്ട് വേട്ടാടി സസ്പെൻഷനിലാക്കിയ IGP വിജയന് സംസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ക്രമസമാധാന ചുമതലയിലേക്ക്, ലോ ആൻഡ് ഓർഡറിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി സതീശൻ സർക്കാരിന്റെ ആലോചന ഉള്ളതായിട്ട് മറ്റൊരു വാർത്തയും വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആകെ ആപ്പീസ് പൂട്ടുന്ന മട്ടാണ്. കമ്മികൾ ഒരു നെഞ്ചെടുപ്പോടെ അല്ലാതെ ഇതൊന്നും കേട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിലെ ക്രമസമാധാന ചുമതലയുള്ള H വെങ്കടേശനെ മാറ്റിയിട്ട് വിജയനെ പ്രതിഷ്ഠിക്കുന്നതോടെ പോലീസിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതേസമയം വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിന്റെ പ്രവർത്തനങ്ങളിൽ സർക്കാർ
സംതൃപ്തരാണ്. അതുകൊണ്ട് അദ്ദേഹം ആ പദവി തന്നെ ഇരിക്കട്ടെ എന്നുള്ള മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇനി ഷൗക്കത്ത് അലിയെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ആരാണ് ഈ ഷൗക്കത്ത് അലി എന്നറിയണം. 1995 1-ാം റാങ്കോടുകൂടി സബ് ഇൻസ്പെക്ടറായിട്ട് കരിയർ തുടങ്ങിയിട്ടുള്ള ഷൗക്കത്ത് അലി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണ മികവിനുള്ള പുരസ്കാരം നേടിയ ഭീകരവാദ വിരുദ്ധ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റാണ്, NIA സ്പെഷ്യലിസ്റ്റാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുടിസുനി, ഷാഫി, കിർമാണി മനോജ് ഇവരെയൊക്കെ കാണാതെ ഇവരൊന്നും ഇല്ല, ഇവരൊക്കെ എവിടെയാണെന്ന് അറിയാതെ പോലീസ് സേന വട്ടം ചുറ്റിയപ്പോ അല്ലെങ്കിൽ CPM അവരെയൊക്കെ സംരക്ഷിച്ചപ്പോ അവരെയും CPM നേതാവായിട്ടുള്ള കുഞ്ഞനന്ദനെയൊക്കെ അകത്താക്കിയത് ഈ ഷൗക്കത്ത് അലിയാ. അന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ നടു റോഡില് കാറ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ആർക്കെങ്കിലും കഴിയുമോ? നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് 10 വർഷം അവിടെ കിടന്നിട്ട് 3 പോലീസുകാർ അവിടെ തടവിൽ കിടന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകന് ചെന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു വാർത്തയാക്കാൻ ധൈര്യമില്ലാതിരുന്ന നാടാണിത്. അങ്ങനെ ഒരു വാർത്ത ചെയ്താൽ അത് ആരാണ് ആ വാർത്ത ചെയ്തത്, അവൻ പിറ്റേന്ന് ജീവിച്ചിരിക്കില്ല എന്നത് അറിയാവുന്ന അത്രയും ഗുണ്ടായസം കാണിക്കുന്ന നാട്ടിൽ അവിടെ നടു റോഡിൽ നിന്ന് ഒരു CPM-ന്റെ ഒരു നേതാവിനെ തൂക്കിയെടുത്ത് അകത്താക്കി എന്ന് പറഞ്ഞാൽ ആള് ചില്ലറക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസിലോ ചാർജ് എടുത്ത് വെറും 24 മണിക്കൂറിനുള്ളിൽ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയൊക്കെ ബംഗളൂരിൽ പോയി പൊക്കി. അത് അദ്ദേഹത്തിന്റെ ടീമാണ്. കനകമല ISIS ഭീകരവാദ കേസ് തെളിയിച്ചതും ഫ്രഞ്ച് അന്വേഷണ ഏജൻസികളുമായി ചേർന്നിട്ട് പാരീസ് ഭീകരാക്രമണം അന്വേഷിച്ചതുമൊക്കെ ഇതേ ഷൗക്കത്ത് അലിയാ. IAS തലപ്പത്തും വലിയ വെട്ടിനിരത്തിലുണ്ടാകുമെന്നാണ് അറിയുന്നത്. ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്നവരുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് വിശ്വനാഥ സിൻഹയോ അല്ലെങ്കിൽ KR ജ്യോതിലാലോ ഒക്കെ എത്തുമെന്നാണ് വരുന്ന വാർത്ത. മുൻ സർക്കാരിന്റെ കാലത്ത് സുഖിച്ചിരുന്ന പിണറായി ശിങ്കിടികളെ മുഴുവൻ തന്ത്രപ്രധാനമായ കസേരകളിൽ നിന്നും വെട്ടിനിരത്തി ഭരണം ക്ലീൻ ആക്കാനുള്ള അതിരൂക്ഷമായ അഴിച്ചുപണിക്കാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും ചേർന്നിട്ട് പദ്ധതിയിടുന്നത്. വായ തുറന്നു പറയണം, കണ്ണു തുറന്ന് കാണണം, കേരള പോലീസിൽ ഇനി കളി മാറാൻ പോവുകയാണ് എന്ന്. Different angles. Don't forget to subscribe and support this channel.